ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് 2025-26 അക്കാഡമിക് ഇയറിൽ അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ബി.എഡ് അഡ്മിഷൻ രീതി എങ്ങനെയാണ്, അതേപോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ബി.എഡ് എപ്പോഴാണ് അപേക്ഷ വിളിക്കുക, അതിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ കേരളത്തിലല്ലാത്ത പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിലെ ബി.എഡ് അഡ്മിഷൻ രീതി, അതേപോലെ തന്നെ അതിൻ്റെ അംഗീകാരം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, അതായത് ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും റീസെൻ്റ്ലി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഉറപ്പുവരുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, അതായത് ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ്. ഞാൻ നേരത്തെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. അതിലൊന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ ബി.എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് CUCET, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ആയിട്ടുള്ള CUCET ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷന് വേണ്ടി ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പല വിദ്യാർത്ഥികളും സംശയമാണ്, ഇപ്പോൾ CUCET അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ CAT എക്സാം ഉൾപ്പെടെയുള്ള എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷന് ബി.എഡ് കോഴ്സ് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ബി.എഡ് കോഴ്സ് ആ രീതിയിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ ഒരു അപേക്ഷയിലുണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥി സംശയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വിളിച്ചിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CUCET എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട PG കോഴ്സുകളും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് PG, അതായത് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുമ്പോൾ +2 വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് ഡിഗ്രിയും PGയും ചെയ്യുവാൻ സാധിക്കുന്ന കോഴ്സുകളും, അതൊരു ഡിഗ്രിക്കാർക്ക് PG കോഴ്സുകളും ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് CUCET അണ്ടറിൽ വരുന്നുള്ളൂ. അതിൽ ബി.എഡ് കോഴ്സ് വരുന്നില്ല. ഇനി രണ്ടാമതായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷനിൽ PG കോഴ്സുകൾ മാത്രമാണ്. ഇനി അതേപോലെ MG യൂണിവേഴ്സിറ്റിയെ വിളിക്കാൻ പോകുന്നതും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള ഡിഗ്രി, അതേപോലെ PG തുടങ്ങിയ കോഴ്സുകൾ മാത്രമാണ് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഇനി ഇതിൻ്റെ അണ്ടറിൽ ബി.എഡ് കോഴ്സ് വരുന്നില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബി.എഡ് കോഴ്സ് നിലവിൽ, അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നോർമലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡിഗ്രി അല്ലെങ്കിൽ PGയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് കീഴിലുള്ള ഓൾമോസ്റ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതായത് നേരത്തെ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ രീതിയൊക്കെ ഓൾറെഡി അതായത് ഒരു പ്ലാനിങ്ങിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നോർമലായിട്ടുള്ള അഡ്മിഷൻ രീതി തന്നെയാണ്. ഏറ്റവും അവസാനമായിട്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയൊക്കെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2025-27 അക്കാഡമിക് ഇയറിലെ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ, അതായത് അഡ്മിഷൻ പ്രോസസ്സ് മെയ് മാസം, അതായത് 1st അല്ലെങ്കിൽ 2nd വീക്കോടുകൂടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതേപോലെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ പൂർണ്ണമായിട്ടും, അതായത് ശ്രദ്ധിക്കുക, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് രീതിയിലായിരിക്കും. അതായത് നിലവിൽ ബി.എഡ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് നിങ്ങൾ പരമാവധി എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി, അത് കൂടുതലായിട്ടുള്ള ബി.എഡ് കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് MG യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ബി.എഡ് കോഴ്സ്, അതായത് റെഗുലറായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഇനി ഏകദേശം ഏപ്രിൽ മാസം കഴിയുന്നതോടുകൂടെ മെയ് 1st അല്ലെങ്കിൽ 2nd വീക്കിൽ തന്നെ നിങ്ങൾക്ക് ആ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത്, കാരണം പരിമിതമായ ദിവസങ്ങൾ മാത്രമാണുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആശങ്കയാണ്, നിലവിൽ ഡിഗ്രി പരീക്ഷ ഫൈനൽ ഇയർ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ PG ഫൈനൽ സെമസ്റ്റർ പരീക്ഷ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവരുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ബി.എഡ് അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഫൈനൽ പരീക്ഷ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി അവസരം കൊടുത്തുകൊണ്ട് മാത്രമാണ് അഡ്മിഷൻ അപേക്ഷ ഇതുവരെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടി അഡ്മിഷൻ അപേക്ഷ കൊടുക്കാനുള്ള സമയമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മെയ് 1st അല്ലെങ്കിൽ 2nd വീക്കോടുകൂടെ അഡ്മിഷൻ ആരംഭിക്കുന്നതായിരിക്കും. ഇനി അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ, അതായത് അപേക്ഷ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഗവൺമെൻറ് കോളേജുകൾ, അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകൾ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്റർ, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, ഈ 4 കാറ്റഗറിയിലായിട്ടാണ്
കോളേജുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റിൽ കിട്ടുകയാണ്. അത് എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റുമുണ്ട്, അതേപോലെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലും മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ ഇല്ലാതെ ജസ്റ്റ് എക്സാം ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് വളരെ ചുരുങ്ങിയൊരു ഫീസ് കൊണ്ട് മാത്രം പഠിക്കാൻ സാധിക്കുന്ന രീതിയാണ്. അതിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ടോട്ടലി ഏകദേശം 4ഓളം കോളേജുകൾ മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അത്തരത്തിൽ ഈ ഒരു കോളേജുകൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏകദേശം എബോവ് 95, 96 ആ രീതിയിൽ തന്നെ മാർക്കുള്ളവർക്ക് മാത്രമാണ് സീറ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു കോളേജിൽ 50 സീറ്റുകളുണ്ടെങ്കിൽ ആ 50 സീറ്റിൽ ഒരു സബ്ജക്റ്റിന് 4 or 5 സീറ്റുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. ഉദാഹരണത്തിന് BEd ഇംഗ്ലീഷ് ആണെങ്കിൽ ആ കോഴ്സിന് 4 or 5 സീറ്റുകൾ മാത്രമാണ്. അതിൽ തന്നെ 1-2 സീറ്റുകൾ സ്വാഭാവികമായിട്ടും SC/ST കാറ്റഗറിയിൽ, സ്പോർട്സ് കാറ്റഗറി ഇങ്ങനെയുള്ള ക്ലാസ്സിൽ ചെയ്തു വെക്കും. അത് കഴിഞ്ഞാൽ മെറിറ്റിൽ കിട്ടുക 2, 3, 4 സീറ്റുകൾ മാത്രമായിരിക്കും. അത്രയും പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് ഓരോ കോളേജിലും ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് BEd എന്നുള്ളത് തീർത്തും നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ കിട്ടണമെങ്കിൽ ഹൈ ലെവൽ മാർക്കുള്ളവർക്ക് മാത്രമാണ്. പിന്നെ രണ്ടാമതുള്ളത് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലുമാണ്. അവിടേക്ക് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത് കൃത്യമായിട്ട് ട്യൂഷൻ ഫീ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ ഏകദേശം ട്യൂഷൻ ഫീ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേ രീതിയിൽ തന്നെയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത്. അതായത് 1 lakh എബോ ആ രീതിയിൽ തന്നെ ഒരു ഫീസ് ടോട്ടൽ എല്ലാം കൂടി വിദ്യാർത്ഥികൾ ജസ്റ്റ് കണക്കാക്കേണ്ടി വരും. അത്തരത്തിലൊരു സെമസ്റ്റർ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കോളേജുകളാണ് യൂണിവേഴ്സിറ്റി, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും. ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ്. അത്തരത്തിൽ ധാരാളം കോളേജുകൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറഞ്ഞവർക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി സെൻറ്ററിൻ്റെ കീഴിലും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതും കഴിഞ്ഞ അക്കാഡമിക് ഇയർ വരെ ഹൈ ലെവൽ മാർക്കുള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഈ വർഷം കാത്തിരിക്കുന്നവർ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തെടുക്കുക. എത്ര മാർക്കുള്ളവർക്ക് കിട്ടുമെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്. എന്തായാലും ഒരു 80, 85, 90 ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് നോർമലായിട്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ ഈ വർഷം അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓരോ സെൽഫ് ഫിനാൻസ് കോളേജിലും അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ രീതിയൊക്കെ അത് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട കോളേജുമായി നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് സീറ്റൊക്കെ ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡൊണേഷൻ കാര്യങ്ങളൊക്കെ അത് ഓരോ കോളേജിലെയും മാനേജ്മെൻറ്റിൻ്റെ റൂൾ അനുസരിച്ചായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം സീറ്റ് നിങ്ങൾ കൺഫേം ആക്കുക. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. മെയ് മാസത്തോടുകൂടെ നിങ്ങളുടെ അപേക്ഷ രീതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതേപോലെ 1 year, 2 year ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് നിലവിൽ യൂണിവേഴ്സിറ്റികൾ മെയ് മാസം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള റൂൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്തു നിന്ന് ഇതുവരെയും 2 വർഷത്തെ BEd 1 വർഷത്തേക്ക് മാറ്റിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഈ അക്കാഡമിക് ഇയർ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിക് ഇയറിൽ ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വരുന്ന അക്കാഡമിക് ഇയറിൽ നമുക്ക് ഈ ഒരു 1 year എന്നുള്ള ഒരു രീതിയിലോട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കുക മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പെട്ടെന്ന് 2 year 1 year മാറ്റുമെന്നുള്ളത് തീർത്തും അതൊരു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും 1 year വരുമെന്നുള്ളത് PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആ ഒരു സിസ്റ്റത്തിലോട്ട് വരാൻ സാധിക്കാം. അല്ലാത്തവരൊക്കെ ജസ്റ്റ് ഈ ഒരു 2 year ഡിഗ്രി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 2 year BEd തന്നെയായിരിക്കും. ഇനി അതേപോലെ തന്നെ BEd കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാൻ പോകുന്നത് കൊണ്ട് തന്നെ BEd അത് ടീച്ചിങ് മേഖലയിലോട്ട് ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ PG ആണെങ്കിലും ഏത് കോഴ്സാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ടീച്ചിങ് ആണ് പ്രൊഫഷൻ എങ്കിൽ എത്രയും പെട്ടെന്ന് BEd കോഴ്സ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ എന്ന് ജസ്റ്റ് വ്യക്തിപരമായിട്ട് വിദ്യാർത്ഥികളോട് ഉറപ്പെടുത്തുകയാണ്. കാരണം BEd മേഖലയിൽ ഇൻ്റഗ്രേറ്റഡ് BEd എന്നുള്ള സിസ്റ്റം നമ്മുടെ രാജ്യത്ത് മൊത്തം നടപ്പാക്കി വരികയാണ്. അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വർഷങ്ങളായിട്ട്, അതായത് NIT അതേപോലെ തന്നെ സംസ്കൃത് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ 2-3 സെൻട്രൽ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകൾ ഓൾറെഡി ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് BEd അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള BEd ഓപ്ഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. അത്തരത്തിൽ ഇൻ്റഗ്രേറ്റഡ് BEd എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ ഏകദേശം 62 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള സ്ഥാപനങ്ങളിൽ ഓൾറെഡി ഈ ഒരു സിസ്റ്റം വന്നതോടുകൂടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിലും ഈ പറയുന്ന BEd എന്നുള്ള കോഴ്സ് മെഡിക്കൽ ഫീൽഡ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് ഒരു നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കോഴ്സാക്കി മാറ്റുവാനുള്ളൊരു പ്ലാനൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സാധ്യതകൾക്ക് വരുന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് +2 കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 4
വർഷത്തെ കോഴ്സ് ബി എഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ബി എഡ് കോഴ്സ് 4 വർഷം പഠിച്ചാൽ മാത്രം ഇനി ടീച്ചിങ്ങിലോട്ടും വരാൻ സാധിക്കുമെന്നുള്ള ഒരു സിസ്റ്റം വരുന്നത് കൊണ്ട് തന്നെ ബി എഡ് പൂർണ്ണമായിട്ടും എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അഡ്മിഷൻ മാത്രമായിരിക്കും ഈ ഒരു സാധ്യതകൾക്ക് വരുന്ന സ്ഥിതിക്ക്. അതായത് ഇതൊക്കെ പെട്ടെന്ന് വരിക എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏകദേശം 2030 എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതിന് ഉള്ളിൽ എല്ലാ വിദ്യാർത്ഥികളും നിലവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ ബി എഡ് 2 വർഷമാണെങ്കിലും അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വെയിറ്റ് ചെയ്യാതെ 2 വർഷത്തെ ആണെങ്കിൽ ഏതാണോ ഇപ്പോൾ പ്രസൻറ്റ് ഉള്ളത് ആ രീതിയിൽ നിങ്ങൾ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എത്രയും പെട്ടെന്ന് ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ കേരളത്തിൽ ബി എഡ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുക. അതേപോലെ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ട് ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അത് സർവീസ് സംബന്ധമായിട്ടുള്ള കേരള PSC അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സെക്ടർ എവിടെയാണെങ്കിലും സർവീസ് സംബന്ധമായിട്ടുള്ള ഏത് മേഖലയാണെങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കരിയർ കൗൺസിലിംഗ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറായിട്ടുള്ള അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സമയത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ആ ഒരു നമ്പറിലോട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് രജിസ്ട്രേഷൻ ഫീ നേരത്തെ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ചെറിയൊരു ഫീസ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. അത്തരത്തിലുള്ള ഫീസും കൂടി അടച്ചതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്ക് ജസ്റ്റ് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബി എഡ് ഡീറ്റെയിൽസ് എന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കൂടാതെ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കേരള PSC അംഗീകാരമുള്ള കേരള PSCയുടെ അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള ഏതെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കൃത്യമായിട്ട് ഈക്വലൻസി നൽകുന്ന കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും അതേപോലത്തെ കോഴ്സുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഇപ്പോൾ തന്നെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കേരള PSCയുടെ അംഗീകാരമുള്ള റെഗുലർ ബി എഡ് കോഴ്സ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഗൈഡൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ കെറുവിൻ്റെ ഭാഗത്തുനിന്ന് ഓൾറെഡി വർഷങ്ങളായി നൽകി വരികയാണ്. അത്തരത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും താഴെ കൊടുത്ത ആ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. കാരണം ഇനി അങ്ങോട്ട് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ബി എഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ അപ്ഡേറ്റ്സുകളും കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ടുള്ള ഇൻഫർമേഷനും എല്ലാ യൂണിവേഴ്സിറ്റികളിലും മുഴുവൻ ഇൻഫർമേഷനും നമ്മുടെ ചാനൽ ഓരോ ഘട്ടങ്ങളും അത് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഡേറ്റ്സ് മീ സവാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.